വയനാട് പനവല്ലി മാപ്പിളക്കൊല്ലി ഉന്നതിയിലെ കുടുംബങ്ങൾ വഴിയില്ലാതെ ദുരിതത്തിൽ. വഴിയില്ലാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം രോഗികളെ അർബാനിയിൽ കൊണ്ടുപോയ സംഭവത്തിൽ വിശദീകരണവുമായി LDF രംഗത്തെത്തി. ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള പദ്ധതി ഒരുക്കിയതാണെന്നും ഇവർ മാറാൻ തയ്യാറായില്ലെന്നും LDF നേതാക്കൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പ്രദേശത്ത് ജീവിക്കാൻ വഴി മാത്രം ഒരുക്കി തന്നാൽ മതി എന്നാണ് ഉന്നതിക്കാർ പറയുന്നത്. നമ്മളവിടുന്ന് പഠിപ്പിക്കാൻ നോക്കുന്നു. ആ ഫോറസ്റ്റ് റോഡിൽ നടന്നു പോകാനും കൂടി കഴിവില്ലായിരുന്നു. തന്തൻ്റെ ഈ ഫോറസ്റ്റ് കാടൊക്കെ അജിറ്റ് തന്തൻ്റെ വകയെന്നല്ലല്ലോ നടന്നു പോകാൻ വഴിയില്ല ഉണ്ടാക്കാൻ. ഇവിടെ അച്ഛനൊക്കെ വന്നു കൂടി 36 വന്നു കൂടിയതാ. വനത്തോട് ചേർന്ന് കിടക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ പനവല്ലി മാപ്പിളക്കൊല്ലി കുറിച്യ ഉന്നതിയിലെ കുടുംബങ്ങളാണ് വഴിയില്ലാതെ ദുരിതം അനുഭവിക്കുന്നത്. രോഗികളെ അർബാനയിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. കിടപ്പിലായവരെ ഉന്നതിയിൽ നിന്നും പ്രധാന പാതയിലെത്തിക്കണമെങ്കിൽ 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന 2 അടി പാത മാത്രമാണ് ഇവർക്കുള്ളത്. പുഴ ക്രോസ് ചെയ്യാൻ നടപ്പാലമുണ്ടെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതിനാൽ ഇതിലൂടെ വാഹനങ്ങൾക്ക് പോകാനാകില്ല. 2 വർഷം നമ്മൾ അച്ഛൻ ടയേർഡായി കിടക്കുന്ന നമ്മൾ ഈ മഴക്കാലമായതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ലീവ് എടുത്ത് വന്ന് നിൽക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനു വേണ്ടി ലീവ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ നമ്മൾ 3-4 പേര് വേണം കുത്തിക്കൊണ്ട് പോകണമെങ്കിൽ അങ്ങ് ആ റോഡ് വരെ. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുവന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉന്നതിക്കാരുടെ പുനരധിവാസത്തിനായി പദ്ധതി തയ്യാറാക്കിയെന്നും കുടുംബങ്ങൾ മാറാൻ തയ്യാറാവാത്തതിനെ തുടർന്ന് ഇത് ഉപേക്ഷിച്ചതാണെന്നുമാണ് LDF പറയുന്നത്. ആ സ്ഥലത്തുള്ള അവരെ ഏറ്റവും അനുയോജ്യമായ സ്ഥലവും കൃഷിസ്ഥലവും കണ്ടെത്തി അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു നടപടി RKDP പദ്ധതി ഉൾപ്പെടുത്തി വനം വകുപ്പും തിരുനെല്ലി ഗ്രാമപഞ്ചായത്തും 10-20 വർഷം മുമ്പേ പ്രോജക്റ്റ് തയ്യാറാക്കി ആലോചിച്ചതാണ്. എന്നാൽ പൂർവികരായി താമസിച്ചു വരുന്ന ആ സ്ഥലത്തു നിന്ന് മാറുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുള്ളതിനും അതിന് താല്പര്യമില്ലാത്തതിനാലും ആ ശ്രമം വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വോട്ടിനു വേണ്ടി UDF നേതാക്കൾ നടത്തുന്ന കള്ളപ്രചാരണത്തിന്റെ ഭാഗമായാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് LDFന്റെ ആരോപണം. എന്നാൽ പാരമ്പര്യമായി ജീവിച്ചു പോരുന്ന സ്ഥലത്തേക്ക് നല്ലൊരു വഴിയൊരുക്കി തങ്ങളെ അവിടെ തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ഉന്നതിക്കാരുടെ ആവശ്യം. മീഡിയ 1 വയനാട്.